അപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇന്ദിവരത്തിലേക്ക് ഗാഥ വന്നതിന് ശേഷം ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നമ്മുടെ ഇന്ദിവരം തറവാട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും ഗാഥയെ തള്ളി പറയുമ്പോൾ അവിടെ ഗൗതം വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നന്ദ മാത്രമാണ് ഗാഥയെ ചേർത്ത് പിടിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഗാഥയ്ക്കെതിരെ തിരിഞ്ഞു നിൽക്കുവാണ്. സ്വന്തം അമ്മയായിട്ടുള്ള നന്ദയുടെ അമ്മയായിട്ടുള്ള ലക്ഷ്മി അമ്മ പോലും നന്ദയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനു മുന്നോടിയായിട്ട് ചില നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരികയും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ പിങ്കിക്ക് വലിയൊരു സ്ഥാനവും കൂടി കിട്ടിയതിന്റെ പേരിൽ നന്ദയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നന്ദ ചെന്ന് ചാടിയിരിക്കുന്നത്. നന്ദയ്ക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം നന്ദ മാറി പിങ്കിക്ക് കൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ് നന്ദ ചെയ്തത്. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ പിങ്കി ഒന്നാതെ നന്ദയ്ക്കെതിരെ എന്തെങ്കിലും പ്രയോഗിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പാഴാക്കി കളയാത്ത ഒരാളാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ വീണ്ടും നന്ദയ്ക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അസ്ത്രം തന്നെ നന്ദ തന്നെ പിങ്കിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി എന്തായാലും ആ ഒരു അസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ പിങ്കി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നന്ദയ്ക്ക് വലിയൊരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് പിങ്കി ഏറ്റവും വലിയ ആയുധമായിട്ട് ഗാഥയെ തന്നെയാണ് കരുവാക്കുന്നത്. അങ്ങനെ ലക്ഷ്മിയുമായി രാവിലെ തന്നെ ആ ഒരു തൂപ്പും തുടപ്പും ഒക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കിയും പിന്നെ നമ്മുടെ പവിത്രയും മോഹിനിയും കൂടി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും നാൾ ലക്ഷ്മി ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ടും ആരും ഒരു സഹതാപവും ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ ലക്ഷ്മി ചെയ്യുന്ന ജോലികൾ കണ്ടിട്ട് ഭയങ്കര സഹതാപമായിട്ട് പിങ്കിയും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ജോലിയാണ് ചെയ്യുന്നതെന്നും പാവമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സംസാരിച്ചിട്ട് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇപ്പോൾ പിങ്കിക്ക് ഇവിടുത്തെ ഒരു കെയർ ടേക്കർ എന്നൊരു സ്ഥാനം കിട്ടിയത് കൊണ്ട് തന്നെ പിങ്കി ഇതിനെതിരെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ വേണ്ടി പോവാണ്. ലക്ഷ്മിയമ്മ ഇനി ഒറ്റയ്ക്ക് പണിയെടുക്കാൻ പാടില്ല എന്നും ഇവിടെ ഒരു ജോലിക്കാരിയെ വെക്കേണ്ട ഇത് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പറ്റത്തില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിപ്പോൾ നിങ്ങളെ പോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതൊന്നും എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും പിന്നെ പാചകത്തിന് മറ്റൊരാളും കൂടി വന്ന് സഹായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ കടുക് വറുക്കുന്നത് തൊട്ട് അവസാനം കറി വിളമ്പുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ മാത്രമേ ചെയ്യാവൂ. വേറെ ആരും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കാര്യമായതുകൊണ്ട് തന്നെ അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം തുടപ്പും തൂപ്പും ഒക്കെ ആയിട്ട് പവിത്രയും മോഹിനിയും പിങ്കിയും നന്ദയൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്, അത് മതി എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പിങ്കി ആരും തയ്യാറാവുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പിങ്കി പറയുവാണ് അത് പറ്റത്തില്ല, എന്തായാലും ആ ഒരു ജോലികൾ ലക്ഷ്മിയമ്മായി തന്നെ ചെയ്തോളൂ. പക്ഷേ തൂപ്പും തുടപ്പുമൊക്കെ ആയിട്ട് മറ്റൊരാളെ നിയമിക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നന്ദതയായിട്ട് ഒരാളെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, ഗാഥയെ. അപ്പോൾ ഗാഥയെ ഈ ഒരു ജോലി ഏൽപ്പിക്കുകയും ഗാഥ രാവിലെ വന്ന് ചുമ്മാ ആ ഒരു ഫോണിലൊക്കെ കളിച്ച് ആഹാരമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും പറ്റത്തില്ല. ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവൾ ജോലി എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തൂപ്പും തുടപ്പൊക്കെ ആയിട്ട് അവൾ തന്നെ സ്വന്തമായിട്ട് ജോലി ചെയ്യട്ടെ. ജോലി ചെയ്ത് അതിനുള്ള പൈസ ഒരു മാസാവസാനം ആകുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു തുക അവൾക്ക് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവൾ ജോലി ചെയ്യട്ടെ എന്ന് പിങ്കി പറയുവാണ്. പക്ഷെ ഇത് ലക്ഷ്മിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. കാരണം ഗാഥ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റാണെന്നും നന്ദ കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്നും നന്ദയ്ക്ക് അത് സങ്കടമാകും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അവിടെ നന്ദയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഗാഥയെ ഈ ജോലി ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ പിങ്കി അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ പേരിൽ പിങ്കി ഒരു കടുത്ത ഉറച്ച തീരുമാനം എടുക്കുവാണ്. ഞാൻ ഈ വീട്ടിലെ കെയർ ടേക്കർ ആണ്, അപ്പോൾ എല്ലാത്തിൻ്റെയും അധികാരം എനിക്കും കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു അധികാരം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നതെന്നും ഇത് നന്ദ അനുസരിച്ചേ പാടത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിരിക്കുവാണ് എന്ന് പിങ്കി പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് പവിത്രയും മോഹിനിയൊക്കെ ഭയങ്കരമായിട്ട് പിങ്കിക്ക് ബിൽഡപ്പ് കൊടുത്ത് സംസാരിക്കുവാണ്. അരുന്ധതി ഏട്ടത്തി എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് പിങ്കി ഒരു അധികാരത്തോടെ സംസാരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഉടനെ തന്നെ ഒരു മറുപടിയായിട്ട് ഒരു തിരിച്ചടിയായിട്ട് ലക്ഷ്മി പറഞ്ഞത്,
നന്ദയ്ക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യം നന്ദയായിട്ട് വെച്ചു കൊടുത്തതല്ലേ, അപ്പോൾ പിന്നെ എന്താ പറഞ്ഞുകൂടാത്തത് എന്താ? അതുകൊണ്ട് പറയട്ടെ, ആ ഒരു സമയം വരെ കിട്ടുന്ന സമയം എല്ലാം ആടി തീർക്കട്ടെ എന്നുള്ള രീതിയിൽ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. അങ്ങനെ നേരെ പക്ഷെ ഈ സമയത്ത് ഗാഥ ഭയങ്കര ഒരു സങ്കടത്തിൽ നിൽക്കുവാണ്. കാരണം അച്ഛൻ തന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞെന്നും പിന്നെ അത് മാത്രമല്ല പോയില്ല എന്നുണ്ടെങ്കിൽ, അതായത് തൻ്റെ അച്ഛന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കൊല്ലാൻ പോലും മടിക്കില്ല. ആ ഒരു രീതിയിൽ അച്ഛൻ സംസാരിച്ചതിൻ്റെ പേരിൽ ഗാഥ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ആ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് പിങ്കിയും മോഹിനിയും കൂടി വന്നിട്ട് ഗാഥയോട് ഈ ഒരു ജോലിയെ പറ്റി പറയുന്നത്. പക്ഷെ ഗാഥ പറഞ്ഞത് എനിക്കും ഇതേപോലെ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, എനിക്കും ജോലി ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സഹായിക്കാൻ വരാത്തത്. എനിക്കതിലൊരു പ്രശ്നവുമില്ല, ഞാൻ സഹായിക്കാം, എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുമ്പോൾ പിങ്കി പറയുവാണ് അങ്ങനെയാണെങ്കിൽ ഗാഥ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തോളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ പറഞ്ഞോളാം, അതിന് മാസം ഒരു തുകയും കൂടി ഗാഥയ്ക്ക് തരാം. അപ്പോൾ പൈസ എന്തിനാ എനിക്ക്, ഞാൻ വീട്ടിലെ ജോലി ചെയ്യുന്നതിന് എനിക്ക് എന്തിനാ പൈസ? അപ്പോൾ മോഹിനി പറയുവാണ് അത് ഗാഥയ്ക്ക് വീട്ടു ചെലവിനൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം ചെലവിനും കാര്യങ്ങൾക്കും പൈസ വേണ്ടേ. അപ്പോൾ ഗാഥയ്ക്ക് മനസ്സിലായി എന്നെ ജോലിക്കാരിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന്. എന്തായാലും ഗാഥ പറയുന്നുണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്തോളാം എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം ഗാഥ സമ്മതിച്ച കാര്യമെല്ലാം പിങ്കിയും മോഹിനിയും പവിത്രയോട് പോയി പറയുകയും നന്ദയ്ക്ക് ഒരു 8ന്റെ പണി കൊടുക്കാനും ഗാഥയ്ക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പൊട്ടി ചിരിച്ച് ആഹ്ലാദിക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയും മോഹിനിയും പവിത്രയും കൂടി. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി വരുന്ന സമയത്ത് മഹേശ്വരൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട് നന്ദയോട് നീ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അപ്പോൾ എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് ഗാഥ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യം നീ പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഇല്ല ഞാൻ പറഞ്ഞില്ല, അതെങ്ങനെ ഞാൻ പറയും എന്നൊക്കെ ചോദിക്കുകയും ഗാഥ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സംസാരങ്ങളൊക്കെ ലക്ഷ്മിക്കും നമ്മുടെ മഹേശ്വരനും ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നന്ദ ഈ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും പിങ്കി ഇങ്ങനെ കാണിക്കുന്ന കാര്യമൊന്നും നന്ദ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 8ന്റെ പണിയായിട്ട് നന്ദ ഒരു പണി തന്നെ പിങ്കിക്ക് കൊടുക്കും. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് നന്ദയും പിങ്കിയും തമ്മിലുള്ള ഒരു വലിയൊരു കടുത്ത പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ഗാഥ സ്വന്തം മകളാണ് എന്നുള്ള ഒരു സത്യം പറയാനായിട്ട് നന്ദയ്ക്ക് പറ്റുന്നില്ല. കാരണം തന്റെ അച്ഛനായിട്ടുള്ള മഹേശ്വരന്റെ മകളാണ് എന്ന് ഗാഥ ആ ഒരു സത്യം ഇന്ദിവരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു സന്തോഷത്തെയും അല്ലെങ്കിൽ ഈ വീടിനെ തന്നെ തകർക്കുന്ന ഒരു ആയുധമാകും. അതുകൊണ്ട് അത് സത്യം പറയാനും പറ്റത്തില്ല. പക്ഷേ ഗാഥയെ മറ്റുള്ളവരിൽ നിന്നും രക്ഷിക്കച്ചേ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ബാലാജിയിൽ നിന്നെല്ലാം. അങ്ങനെ നന്ദ ഒരു പോരാട്ടം തന്നെ നടത്തുവാണ്. ഇതിൽ ആര് വിജയിക്കും തോൽക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതായിരിക്കും. ടാറ്റാ ബൈ.